സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഒരുപാട് റൈറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു റൈറ്റ്സ് ആകട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരമായിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന കാര്യം. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ ആ മതേതരത്തിന് പോറൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ന്യൂസസിലൊക്കെ കാണാം, അമ്പലം, പള്ളി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, എന്നാൽ മതേതരത്തിന് ഒരു ആശ്വാസ വാർത്തയുമായിട്ടാണ് സുപ്രീം കോടതി വന്നിട്ടുള്ളത്. കാരണം സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം സുപ്രീം കോടതി ഇപ്പോൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ച് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിനെ കുറിച്ച് ആ സമയത്താണ് ഒരു ഇൻട്രീം വേർഡിക്റ്റ് പോലെ ഈ ഒരു കാര്യം പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു കോടതിയിലും പുതുതായിട്ടൊരു സ്യൂട്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആരാധനാലയത്തെ കുറിച്ചുള്ള ഒരു കേസസും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എല്ലാം ബാർ ചെയ്തിട്ടുള്ളത് തൽക്കാലം. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഓർഡറാണ് സുപ്രീം കോടതി. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് 18ഓളം സ്യൂട്ട്സ് 10 മസ്ജിദിനോ അല്ലെങ്കിൽ ഷ്രൈനോ എതിരെ ഉണ്ട്. ഈ ഒരു കേസസിലും യാതൊരു തരത്തിലുള്ള ഒരു ഓർഡർ, ഒരു ഫൈനൽ ഓർഡറോ ഒരു കാര്യത്തിലുള്ള ഓർഡേഴ്സും ഒരു കോടതിയും പുറപ്പെടുവിക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഓർഡർ മാത്രമല്ല, അതായത് ഫൈനൽ ഓർഡർ മാത്രമല്ല, അതിന്റെ സർവേ നടത്താനോ അങ്ങനെ ഉള്ള യാതൊരു തരത്തിലുള്ള ഒരു ഓർഡേഴ്സും ഒരു കോടതിയും പറയാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കംപ്ലീറ്റ് ബാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇതൊരു ഇൻട്രീം വേർഡിക്റ്റാണ്. കാരണം സുപ്രീം കോടതിയുടെ വിധി വരുന്നവരെ, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെയാണ് ഈ ഒരു ഇൻട്രീം വേർഡിക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുവരെ എന്താണ്, ഒരു പള്ളിക്കോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പ്, നമ്മുടെ ആരാധനാലയങ്ങൾക്ക് എതിരെയുള്ള ഒരു കേസും അടക്കാൻ പറ്റില്ല. അതായത് ഒരു തരത്തിലുള്ള ഡിസിഷനും കോടതികൾക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.